ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്നേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന എരിക്കിൻ ചെടിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എരിക്കിൻ ചെടി ഉണ്ടോ? ഇല്ലെങ്കിൽ അത്യാവശ്യം അന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത്. ഈ കാണിക്കുന്നതാണ് ഈ ചെടിയുടെ വിത്ത്. ഇത് വെണ്ടയ്ക്ക രൂപത്തിലാണ് ചെടിയിൽ ആദ്യം വളർന്നു വരുന്നത്. എന്നിട്ടത് ഒരു 1-1.5 മാസം കഴിയുമ്പോൾ ഇത് പൊട്ടി വിടർന്നിട്ട് അപ്പൂപ്പൻ താടി പോലെ ചെറിയ ചെറിയ വിത്തുകളുമായി കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് പറന്ന് നടക്കും. അത് ചെന്ന് വീഴുന്ന ഭാഗങ്ങളിലെല്ലാം ഈ എരിക്കിൻ തൈ വളർന്നു വരും. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കേട്ടോ. ഇത് മിക്ക ചർമ്മ രോഗങ്ങൾക്കും, സന്ധിവേദനയ്ക്കും, അതുപോലെ തന്നെ സർപ്പവിഷത്തിൽ നിന്നുണ്ടാകുന്ന നീരിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഇതിൻ്റെ ഇല വാട്ടി ചൂട് പിടിച്ചാലും അതിന് ശമനം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ചെടിയിൽ നിന്ന് നമ്മൾ ഇല അടർത്തുമ്പം വരുന്ന കറയുണ്ടല്ലോ, പാല് പോലെ വരുന്ന കറ, കുഴിനകത്തിനും അതുപോലെ നമ്മുടെ മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന വളങ്കടിയില്ലേ, ആ വളങ്കടിക്കൊക്കെ നല്ല ആശ്വാസം കിട്ടുന്ന ഒരു മരുന്നും കൂടിയാണ്. ഈ ചെടിയിൽ വിഷാംശം കൂടുതലുള്ളതിനാൽ നമ്മൾ ഉപയോഗത്തിനെടുക്കുന്ന എരിക്കിൻ്റെ ഭാഗങ്ങളുടെ അളവ് കൂടിപ്പോയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കണം. ഇതിൻ്റെ കായ്, കറ, വേര്, ഇല എന്നിവ എല്ലാം തന്നെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. അതുപോലെ കുറ്റിച്ചെടിയായാണ് ഇത് വളരുന്നത് സാധാരണ. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് നല്ല ഹൈറ്റിലാണ് ഇത് വളർന്നു വന്നിരിക്കുന്നത്. ഇത് 2 കളറിലാണുള്ളത്, ഒന്ന് വൈറ്റും ഒന്ന് വയലറ്റ്. എൻ്റെ വീട്ടിൽ ഇത് വയലറ്റ് കളറിലെ പൂക്കളാണ് ഉള്ളത്. അപ്പോൾ ഇത് വീട്ടിലില്ലാത്തവർ നട്ട് വളർത്തണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.